70th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ അന്ന് നാഷണൽ സിംബൽസ് എന്ന ടോപ്പിക്കിൽ പാറക്കുട്ടി ഈ ഒരു ലോട്ടസ് ആയിരുന്നു കേട്ടോ പ്രസൻറ്റ് ചെയ്തിരുന്നത്. ഇത് നമുക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലോട്ടസിൻ്റെ പിന്നെ പുറം കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നതിൽ പാറക്കുട്ടി 100% കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അതിന് A to Z കാര്യങ്ങൾ അവളും ഇൻവോൾവ് ആയിരുന്നു കേട്ടോ. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടുള്ളൊരു വർക്കല്ല, എങ്കിലും അത്യാവശ്യത്തിന് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ടായിരുന്നേ. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് 6 പിങ്ക് കളർ കാർഡ്ബോർഡ് ഷീറ്റും 2 ക്രീം കളറുമാണ് കേട്ടോ. വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് മുതൽ, അതായത് അതിൻ്റെ ലീവ്സ് പെറ്റൽസ് ഒക്കെ കട്ട് ചെയ്യണത് മുതൽ എൻ്റെ കൈകളേക്കാൾ പാറക്കുട്ടിയുടെ കൈകളുണ്ട് എന്ന് പറയാം കേട്ടോ. പാറക്കുട്ടിയും ഏട്ടനും കൂടിയാണ് കേട്ടോ ലീവ്സ് എല്ലാം ഓൾമോസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പാറക്കുട്ടിക്ക് ഇങ്ങനെയുള്ള ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെയും കൂടി ഹെൽപ്പ് ഇതിലുള്ളത് കൊണ്ട് ലീവ്സ് ഒക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. ഇത് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഇതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് ഇതുപോലെ 2 ഹോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കയറ് ടൈ ചെയ്ത് വെക്കാനായിട്ട് ലീവ്സ് ആൻഡ് പെറ്റൽസ് നമ്മൾ ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കണം. ശരിക്കും ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ ഒരു കളർ അടിക്കാൻ ഞങ്ങൾ വിട്ടുപോയതാണ്. അപ്പോൾ ആദ്യം നമ്മളിതാ ലീവ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പാറക്കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒട്ടിക്കണം കേട്ടോ. പാറക്കുട്ടി നീട്ടത്തിനിടയിൽ ഞാൻ അടിയൊക്കെ ഉണ്ടാക്കണുണ്ട്, ചീത്തൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പാറക്കുട്ടി പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ലീവ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയറൊക്കെ ഇട്ട് പാറക്കുട്ടിയുടെ മേൽ ഇതെങ്ങനെ ഇരിക്കും എന്ന് നോക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിക്കണതിന് മുന്നേ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ 12 മണിയാവാറായിട്ടുണ്ട്. പാറക്കുട്ടി പോയി കിടക്കാൻ പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലീവ്സൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി പെറ്റൽസ് ആണ്. പെറ്റൽസിൽ ലീവ്സ് നമ്മൾ വെറുതെ അങ്ങോട്ട് ഒട്ടിച്ച പോലെയല്ല, ഇതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ പൊങ്ങി നിൽക്കാനായിട്ട് ഇതുപോലെ ഒരു കട്ട് കൊടുത്ത് ഒരു സൈഡ് ഇതുപോലെ പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യമൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു, പിന്നെ ഞാനത് സ്റ്റാപ്പിൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞ പോലെ അടിപിടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പാറക്കുട്ടി തയ്യാറല്ല. ഗായ്സ് നോക്കാമ്മ, രാത്രി ഞാനും അമ്മയും കൂടി ചെയ്തരാണ് കേട്ടോ. അത് റോസ് അല്ല, ഗായ്സ് ഞങ്ങൾ ഇതില്ലേ ലോട്ടസ്, ഗായ്സ് ഇത് ലോട്ടസ് ഉണ്ടാക്കാനാവും ഇങ്ങനെ ചെയ്തരാണ് ഗായ്സ്. നമുക്ക് നിങ്ങൾ കാണില്ല, അതാ കാണിച്ചരാ. വേൾഡ് ഉണ്ടാക്കാൻ സ്കൂളിൽ ഗായ്സ് ഇൻഡിപെൻഡൻസ് ഡേക്ക് എല്ലാവരാണ് കേട്ടോ. ഇത് ഞങ്ങള് ഫ്ലവേഴ്സ്. പാറക്കുട്ടി എന്താ ചെയ്യാൻ പോണത്? നാഷണൽ ഫ്ലവർ. ഹലോ ഗായ്സ്, അല്ല ഹലോ എവരിവൺ. ഹലോ എവരിവൺ, ഐ ആം എ ലോട്ടസ്. വെട്ടി വെച്ചിട്ടുള്ള പെറ്റൽസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വർക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. 12 മണിയായിട്ടുണ്ട് ടൈം. കുട്ടിക്ക് നാളെ സ്കൂളിൽ പോകാനുണ്ട്. കിടക്കാൻ പറഞ്ഞിട്ട് അവള് കേൾക്കണില്ല കേട്ടോ. രണ്ടിലേറെ കൂടി ചെയ്യണം, നാളെ ചെയ്യാം. അപ്പം പാർവതി എന്താണ് ആവണത്? ലോട്ടസ്. എങ്ങനെ പറയാ? സ്പീച്ച് പറയും. ഹലോ എവരിവൺ, ഞാൻ ആരാണ്? ഇന്ത്യ എവിടെ ഉണ്ടാവുക? I grow in pond. Okay. I am very beautiful. Thank you everyone. ഇത്രയും പറഞ്ഞുകൊണ്ടും ഇത്രയും ചെയ്തുകൊണ്ടും ഇന്നത്തെ വർക്ക് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അപ്പം ലാസ്റ്റ് ഇത്രയും ചെയ്തിട്ട് പാറക്കുട്ടിയുടെ കഴുത്തിൽ ഒന്ന് ഇട്ട് നോക്കി. അങ്ങനെ നെക്സ്റ്റ് ഡേ കുറച്ച് പെറ്റൽസും കൂടി കട്ട് ചെയ്തെടുത്ത് കേട്ടോ. 2 ലെയർ ഓൾറെഡി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3 ലെയർ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കണത്. പെറ്റൽസ് എല്ലാം ഫോൾഡ് ചെയ്ത് നമ്മളത് സ്റ്റാപ്പിൾ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി ഇതൊന്ന് ഗം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇത് കുറച്ചും കൂടി ഇതിൽ പാച്ച് വർക്കൊക്കെ ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ കാർഡ്ബോർഡ് കട്ട് ചെയ്തതിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറക്കുട്ടി സ്കൂളിൽ പോയതായിരുന്നേ, വിട്ട് വന്നപ്പോഴാണ് കേട്ടോ അവളത് കാണുന്നത്. അവളെ കൂട്ടാണ്ട് ഇത് ബാക്കി കൂടി ചെയ്തതിൻ്റെ ഒരു പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ
ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇത്. ഓൾറെഡി ഒരു ലോട്ടസ് എത്തിയത് നല്ല ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കളറ് തന്നെ എടുത്ത് നിൽക്കുന്നൊരു കളറാണ്. നോർമൽ നമ്മുടെ ലോട്ടസിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കണുണ്ടായിരുന്നു. വേറെ സെക്ഷനിലൊക്കെ കുട്ടികൾ ലോട്ടസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ പാറക്കുട്ടിയുടേത് കുറച്ചും കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കോംപ്ലിമെൻറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നേ. പ്രോഗ്രാമിന് ശേഷം ഈ ഒരു ലോട്ടസ് ഇവിടെ ഏൽപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ്. നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടൊരു വർക്ക് ചെയ്യുമ്പം അതിനൊരു അപ്രിസിയേഷൻ കിട്ടുമ്പം അതൊരു ഭയങ്കരമായിട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ അതേ കുറേ റാലിയും കാര്യങ്ങളൊക്കെ കുറേ കുഞ്ഞുമക്കൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട്. കുറേ ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ കുറേ പേര് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും കുറേ പേര് നല്ല ചില്ലായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ഇത് പ്രീ-KG കുട്ടികളുടേതാണ്. പ്രീ-KG കുട്ടികൾക്ക് ഫ്രീഡം ഫൈറ്റേഴ്സ്, LKG കുട്ടികൾക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് അവരുടെ കോസ്റ്റ്യൂം അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഈ ഒരു ഗോവ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്ന ഇളനീരൊക്കെ പിടിച്ചു പോകുന്ന ഒരു പയ്യുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഇവിടെ ഒഫീഷ്യൽ ചടങ്ങുകൾക്കൊക്കെ ശേഷമുള്ള ഈ ഒരു റാലി അടിപൊളിയായിരുന്നു. കുഞ്ഞു മക്കളുടെയാണ് കേട്ടോ അത്. KG സെഷൻ്റെ കുട്ടികൾ മാത്രമായിരുന്നു കേട്ടോ ഈ റാലിയിൽ മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം കൂടി അങ്ങോട്ട് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ കുട്ടികളും ഭയങ്കരമായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റാലിക്കൊക്കെ ശേഷം കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുറച്ച് നേരം കണ്ടിങ്ങനെ നിന്ന് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.